സഭ ഇന്ന് ചേരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയോജക മണ്ഡലത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ നേമം മണ്ഡലത്തിന് സവിശേഷ പ്രാധാന്യമുണ്ട്. 3 മുന്നണികളുടെയും പ്രതിനിധികളെ നിയമസഭയിലേക്ക് നേമത്തുകാർ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട്. നേമത്തും ഏകദേശം തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുന്നു. നിലവിലുള്ള MLA പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി വീണ്ടും ജനവിധി തേടും. NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. ആ 55 പേരിൽ നേമത്തെ സ്ഥാനാർത്ഥി വന്നിട്ടില്ല. ഇന്നോ നാളെയോ തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും. അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ ഒരു പോരാട്ടത്തിനാണ് നേമം നിയോജക മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. നേമത്തിൻ്റെ വികസനം ഒപ്പം പ്രാദേശിക സംസ്ഥാന ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ വോട്ടർമാർ വിലയിരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് 1.5 മണിക്കൂർ നേരം ആരോഗ്യകരമായി സംവദിക്കാം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. CPMനെ പ്രതിനിധീകരിച്ച് R ഉണ്ണികൃഷ്ണൻ, BJPയെ പ്രതിനിധീകരിച്ച് S നന്ദു, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച നേമത്തുകാരൻ കൂടിയായ നേമം ഷജി. 3 പ്രതിനിധികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നേമത്തെ പ്രബുദ്ധരായ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം ഉണ്ണികൃഷ്ണനിൽ നിന്ന് തുടങ്ങിയാണ്. നേമത്തിൻ്റെ വികസനം മുൻനിർത്തി തന്നെയാണോ വി ശിവൻകുട്ടി വോട്ടർമാരെ സമീപിക്കുന്നത്? നേമത്തിൻ്റെ വികസനം മുൻനിർത്തി തന്നെയാണ് വി ശിവൻകുട്ടി ഈ വർഷം ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നത്. ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെയുള്ള നേമം മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള വികസനങ്ങൾ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ വർഷം വോട്ട് ചോദിക്കുക. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള രൂപത്തിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ വി ശിവൻകുട്ടി എന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞിട്ടുണ്ട്. അത് നേമത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 2021 മുതൽ 2026 വരെയുള്ള നേമത്തിൻ്റെ വികസനവും 2016 മുതൽ 2021 വരെയുള്ള നേമത്തിൻ്റെ വികസനവും എടുത്ത് പരിശോധിച്ചാൽ മതി. 2016 മുതൽ 2021 വരെ BJPയുടെ പ്രതിനിധിയായിരുന്നു നേമത്ത് MLA ആയിരുന്നത്. 2021 മുതൽ 2026 വരെ വി ശിവൻകുട്ടി MLA ആയതിനു ശേഷം നേമത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നേമത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഈ വർഷം വോട്ട് ചോദിക്കുന്നത്. അത് ഉറപ്പായും ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവേദ്യമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങൾ അടുത്തറിയുന്ന കാര്യമാണ്. അത് റോഡുകളുടെ കാര്യത്തിലായാൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാൽ, സീവേജിൻ്റെ കാര്യത്തിലായാൽ, വിദ്യാലയങ്ങളുടെ കാര്യത്തിലായാൽ, ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലായാൽ, നൈപുണ്യ വികസനത്തിൻ്റെ കാര്യത്തിലായാൽ, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഒരു MLA എങ്ങനെയാണോ ഇടപെടാൻ കഴിയുക ആ രൂപത്തിൽ നല്ല രൂപത്തിൽ നേമത്തിൻ്റെ മണ്ണിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ഒരു MLA എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഈ വർഷം ജനങ്ങളുടെ മുന്നിലോട്ട് അഭ്യർത്ഥിക്കുന്നത്. യെസ്.